ഞാൻ MC. എന്നറിയാമോ? എന്നറിയത്തില്ലല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് റൈസ് SMB. ആൻഡ് നമ്മൾ ലൈവ് എന്തൊക്കെ ചെയ്തായിരുന്നു ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ലൈവിൻ്റെ അത് നമ്മളൊരു വീടുണ്ടാക്കിയായിരുന്നു. ആൻഡ് ഒരു ബാമ്പു ഫാമും ഉണ്ടായിരുന്നു. ആൻഡ് ഈ ജസ്റ്റ് ആരാണെന്നറിയാവോ? പ്ലെയർ ഓൺലൈനിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ട്. ഈ കാണുന്നുണ്ടാ നോട്ട് പ്രീമി 77 ഇവരാണ് എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തന്നു. പിന്നെ തന്നേല്ലേ നമ്മൾ എടുക്കാതിരിക്കുന്ന മോശമാണ്. അതുകൊണ്ട് ഇത് മാത്രം ഞാൻ എടുക്കും. വേറെ ആരും നിന്ന് കൊണ്ടുവന്നാലും ഞാൻ എടുക്കൂല. യൂട്യൂബറായ ഇതൊക്കെയാണ് പ്രശ്നം. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചുമ്മാ വാങ്ങേണ്ടി വരും. ഓൾറെഡി ഒരു ബൂട്ടുണ്ട് ഗൈസ്. ബൂട്ട് വേണ്ട, ചെസ്റ്റ് പ്ലേറ്റും കാര്യങ്ങളും ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഇന്നത്തെ ജോലി ഞാൻ നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇത് നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട് ലെവൽ 2 ആക്കും. അതായത് ഇത്തിരി മണ്ടക്ക് ബിൽഡ് ചെയ്യും. ആൻഡ് നമ്മളൊരു ബ്രീഡർ ഫാം ഉണ്ടാക്കും. ആൻഡ് നമ്മുടെ ഈ ബാമ്പ് ഫാം കണ്ടാ ഇതെടുത്ത് നമ്മൾ അങ്ങോട്ട് കൊട്ടും. ഇവിടെ കാര്യം IF ഫാം എൻ്റെ ഈ വീടിൻ്റെ ഈ ഒരു സൈഡിൽ, അത് ഇവിടെയാണ് വരാൻ പോകുന്നത്. എനിക്കറിയാം ഇവിടെ ഫുൾ ഡേറ്റ് വെച്ച് ക്ലീൻ ചെയ്താക്കണമെന്ന്. അതുകൊണ്ട് ഇവിടെയാണ് IF ഫാം വരാൻ പോകുന്നത്. അപ്പം ഈ ബാമ്പ് മാറ്റണം. കാര്യം എൻ്റെ വീടിൻ്റെ മുന്നിൽ ബാമ്പ് ഒരു എന്തോ പോലെ. അപ്പം അതിന് മുമ്പ് ഈ സ്ഥലം നമുക്ക് കളയണം. അപ്പോൾ സ്ഥലം കളയുന്നതല്ല ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങളുടെ സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഇതേ ഇങ്ങനെ ആക്കുക. അപ്പോൾ അറിയാൻ കഴിയും ഇവിടെ സ്ഥലം ഉണ്ടാകുന്നത്. ഇതെൻ്റെ ബേസ് ഇത്. അപ്പോൾ ഇത് കളയാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വരിക. ഈ ഏരിയയുടെ നടുക്കുക എവിടെയെങ്കിലും. ആൻഡ് കീ എടുക്കുക. ആൻഡ് സ്ലാഷ് ഡിക്ലൈം എന്ന് അടിച്ചാൽ മതി ഞാൻ പറയാം. ഡിക്ലൈം ഉള്ള ഏരിയ പോലും. ഓക്കെ, ഡിക്ലൈം ചെയ്യുമ്പോൾ ഈ സ്ഥലം ഈ സ്ഥലം മാത്രം പോവായിരിക്കും. അപ്പം ഈ സ്ഥലം കാണും. അത് തന്നെ. അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ ഇനി ആർക്ക് വേണമെങ്കിലും എടുത്ത് തുറന്ന് നോക്കാം. ടോട്ടം ഉണ്ടല്ലോ, അത് കയ്യിരിക്കട്ടെ. ഈ സ്ഥലം ഇനിയിപ്പം ആർക്ക് വേണമെങ്കിലും തുറക്കാൻ കഴിയും. അപ്പോൾ ഈ ബാമ്പ് നമുക്ക് പൊട്ടിച്ച് കൈ വെക്കാം. അതിന് മുമ്പ് എൻ്റെ ആവശ്യമില്ലാത്ത ലൗട്ടൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. ഇനി ഈ ബാമ്പ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. സോഡ് എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇത് ചെറിയ വില്ലേജ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇതായിരുന്നു. ഞാനും ഒരുത്തനൊരു ട്രേഡ് ചെയ്ത് വില്ലേജറിന് വേണ്ടി 20,000 രൂപയായിരുന്നു ഡീല്. അവൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിർബന്ധിച്ച് പൈസ ആക്കി കളഞ്ഞ്. അല്ല, എൻ്റെ ഹോബി അങ്ങനെയാണ്, നിർബന്ധിച്ച് പൈസ ആക്കി കളയും. ആൻഡ് ഞാൻ അങ്ങനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് ഈ വില്ലേജർ 20,000 രൂപ വാങ്ങിച്ച് അങ്ങനെ വരുന്ന വഴിക്ക് അവൻ അഡ്വാൻസ് ആയിട്ട് 2,000 രൂപ കൊടുത്തോളായിരുന്നു. ബാക്കി 12,000 രൂപ കൊടുക്കുക. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് സെർവർ ഓഫായപ്പം ഞാൻ വീണ്ടും വെള്ളി കയറിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന്. അപ്പം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പം ആ വില്ലേജേഴ്സ് അവിടെയാണുള്ളത്. ഇവിടെ നിന്ന് പറയുമ്പോൾ 6,000 ബ്ലോക്ക് ദൂരെ അങ്ങോട്ട്. 6,000 ബ്ലോക്ക് ദൂരെ പോയാലും എനിക്കത് കിട്ടും. കോർഡിനേറ്റ് എനിക്ക് ഓർമ്മയില്ല. കാരണം എനിക്ക് നല്ല റിപ്പോർട്ട്. കാര്യം അവിടെ നിന്ന് പറയുമ്പോൾ 6,000 ബ്ലോക്കായിരുന്നു എൻ്റെ വീട് വരാം. അപ്പം അവൻ്റെ വീടിൻ്റെ അടുത്താണ്. ബട്ട് അവനിപ്പോൾ ഉള്ളില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീട് എടുക്കാൻ വേണ്ടി വില്ലേജേഴ്സ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോറസ്റ്റ് ഗെയിമറിൻ്റെ അടുത്ത് കാര്യം പറയുമ്പം അവൻ എനിക്ക് വില്ലേജറിനെ കൂടി തന്ന്. അപ്പം നമ്മുടെ ഫോറസ്റ്റ് ഗെയിമറിൻ്റെ ടാങ്ക് പറയേണ്ടി വരും. കാര്യം അവൻ എനിക്ക് കഷ്ടപ്പെട്ട വില്ലേജറിനെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ പെടുത്ത് കംപ്ലീറ്റ് ആക്കണം. ഇത്ര ഉള്ളായിരുന്നു മുഴുവൻ. അത് കുറവായിരുന്നല്ലോ. കുറവായിരുന്നു. കുഴപ്പമില്ല. നീ ടീ എടുക്കണം. /ഷോപ്പല്ലോ സെല്ല് GUI. ഇത് ചെയ്യുമ്പം നമ്മുടെ എന്താ പറയുന്നത് ഈ ഒരു സംഭവമാണ്. അവിടെ നമുക്ക് ബാമ്പു വിൽക്കാനും കഴിയും. അപ്പം ഞാൻ എൻ്റെ 1 സ്റ്റാക്കോളം ബാമ്പു ഇതിനകത്ത് വിൽക്കാൻ പോവാണ്. എന്നിട്ട് ഇറങ്ങണം. അപ്പോൾ അതെ പൈസ ഇട്ട് 1,000 രൂപ ഇപ്പോൾ കിട്ടി. 8,000 രൂപയായി. ഇനി 10,000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ അവൻ കയറുമ്പോൾ അപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ വില്ലേജറിന് എന്തിനാണ് പലരും അടുത്തെന്ന് ചോദിക്കും. 1 എനിക്ക് ഡയമണ്ട് ആർമർ ആവാം. 2 എനിക്ക് IF ഫാം ഉണ്ടാക്കാൻ. രാവിലെ ആക്കി നൈറ്റ് വിഷൻ ഓഫാക്കിയേക്കാം. നിങ്ങൾ പറയാം നമുക്ക് ഷെയർ ഇട്ട് നോക്കാം ഗൈസ്. എനിക്കറിയില്ല ഷെയർ ഇട്ടാൽ ലാഗ് അടിക്കില്ല. എന്നാലും നമുക്ക് ഇട്ട് നോക്കാം. ഇവന്മാരെ നമുക്ക് പറക്കണ്ട. ജീവനോടുണ്ടല്ലോ അല്ലേ? ചത്തായില്ലേ എന്ന് ഫസ്റ്റ് നോക്കണം. ജീവനോടുണ്ട്. ടോർച്ച് വെച്ചിട്ടുണ്ട്. സോംബി സ്പോൺ ആവൂല. അപ്പം ഈ മണ്ടക്കത്തെ ഫ്ലോർ ഇപ്പോഴല്ല. നമുക്ക് ഫസ്റ്റ് ബാമ്പു ഫാം ഉണ്ടാക്കാം. അപ്പം അതിനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണം. ബാമ്പു ഫാം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു കുഞ്ഞ് ഏരിയയിൽ ബാമ്പു ഫാം ഉണ്ടാകാം. അതെ ഇവിടെ ഉണ്ടാക്കണ അവിടെയല്ലേ നമ്മുടെ ബ്രീഡർ വരുന്ന പഴയ ഫാം. അതേ ഇവിടെ വരും. ഇവിടെ തന്നെ ഉണ്ടാകാം ഗൈസ്. പിന്നെ ഇൻ ഫ്യൂച്ചർ നമുക്ക് അവിടെയല്ലേ പണിയാം നമ്മുടെ ഫാം.
ബാമ്പു ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റം ഞാൻ വാങ്ങിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ആൾ വന്നത് ഗൈസ്. നിങ്ങൾ വിശ്വസിക്കൂല ആരാന്ന്. ഡ്രീം ഡ്രീം ഗൈസ്, ഡ്രീമിൻ്റെ വീട് കാണാൻ വന്ന്. ഡ്രീം ഡ്രീം വന്ന് ഗൈസ്, ഡ്രീം വരെ എൻ്റെ വീട് കാണാൻ വന്ന്. ഡ്രീമിൻ്റെ ഒക്കെ കാര്യം നിൽക്കേ. അയ്യോ പണി കിട്ടിയല്ലോ. ഇത് എപ്പോഴും ഇങ്ങനെയാണ്. ഡ്രീം വന്നു, നമുക്ക് തമ്മിൽ ഇങ്ങനെ ഇടാം. ഡ്രീം എൻ്റെ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വർക്ക് തുടങ്ങി ബാമ്പു ഫാമിന്. എഞ്ചിനീയർ MC is here, ഡോണ്ട് ഫിക്കർ ഓഫ് ഫിയർ. ഓക്കെ, ഇനി അത് മാറ്റി വെക്കാം. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ബ്രീഡിങ് ഹാള്. അപ്പോൾ അത് ഉണ്ടാക്കണം. ഓക്കെ, ഇനി അതവിടെ ഉണ്ടാക്കും. ബ്രീഡിങ് ഹാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു സ്ഥലത്തുണ്ടാക്കാം. നമ്മൾ ഒരുപാട് മാറ്റി വെക്കാൻ പാടില്ല ബ്രീഡിങ് ഹാള്. ഫസ്റ്റ് ഇവിടെ പൊട്ടിക്കുക. വാട്ടർ ബക്കറ്റ് ഇല്ലേ, നമ്മൾ പറഞ്ഞ പോലെ അയണില്ല. അപ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് കീ നിൽക്കുക /ഷോപ്പ്. വെരി നൈസ്. രാവിലെ മോഡ് സ്പോൺ ആവും, അത് ഞാൻ മറന്നുപോയി. ഞാനിവിടെ വാട്ടർ ബക്കറ്റ് 1 2 3 4 5. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് 4 ബ്ലോക്ക് മാറി ബ്ലോക്ക് വെക്കണം. 1 2 3 4. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ ഒരു സ്ലാബ് വെക്കാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 3 4 ഇവിടെ സ്ലാബല്ലേ വെക്കുന്ന. 1 2 3 4. ഇതിന് ശേഷം ഞാൻ റീപ്ലേ മോഡ് സ്ക്രീൻ റെക്കോർഡ് ഓണാക്കിയോട്ട് ബിൽഡ് തുടങ്ങി. അപ്പം നിങ്ങൾ റീപ്ലേ മോഡ് ആണ്. ചെയ്തിട്ടുണ്ട്, കുറച്ച് എഴുതി വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ലൈവിൽ ചെയ്യാം ഗൈസ്. കാര്യം കുറച്ചൊക്കെ ലൈവിന് വേണ്ടി മാറ്റി വെക്കണം. എന്നാലേ ലൈവിൻ്റെ അതിൽ ചെയ്യാൻ കാണും, അല്ലേ എനിക്ക് ബോറടിച്ചിരിക്കേണ്ടി വരും. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വില്ലേജറിനെ കൊണ്ടിട്ട് ഇത്തിരി ഇതും വെച്ച് പിന്നെ അവിടെ റെയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രം മതി. ബാമ്പു ഫാം കാണിക്കുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഞാൻ ഇവിടേക്ക് 1 മണിക്കൂർ അങ്ങോട്ടായി. അത്രയായി. അത് ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ അകത്തിട്ടായിരുന്നു, അതുകൊണ്ട് അത്രയായേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് സബ്സ്ക്രൈബ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറുതാണോ ലോങ്ങാണോ എനിക്കൊന്നും അറിയില്ല, അതിന് എഡിറ്റ് ചെയ്യാൻ നേരത്തെ അറിയത്തുള്ളൂ.